കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തമാണ് അതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശന് ഈ ശക്തി നൽകുന്നത് വെള്ളാപ്പള്ളിയോ അദ്ദേഹത്തിൻ്റെ സമുദായമോ ശ്രീനാരായണ പ്രസ്ഥാനം ഒന്നുമല്ല. ശ്രീനാരായണ പ്രസ്ഥാനത്തിനും അദ്ദേഹത്തിൻ്റെ സമുദായത്തിനും ഈ തരത്തിലുള്ള എന്താ പറയുക ഇത്തരം ഇടപാടുകളിൽ യാതൊരു റോളുമില്ല. നേരെ മറിച്ച് വെള്ളാപ്പള്ളിക്ക് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹത്തെ ആദരിച്ചിട്ട് കാറ് കയറ്റി കൊണ്ടുപോയിട്ട് ശബരിമലയിലെ സവിശേഷമായിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുപോയ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അമിത പ്രാധാന്യം നൽകിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ നിങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഒരു സമുദായ നേതാവിനെ സ്വന്തം കാറ് കയറ്റി കൊണ്ടുപോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? വെള്ളാപ്പള്ളിക്ക് ആ സ്പേസ് കൊടുത്തു. ആ സ്പേസ് കൊടുത്തത് വെള്ളാപ്പള്ളി എൻ്റെ മാനസിക പുത്രനാണ് എന്ന് നാട്ടുകാരോട് പറയാൻ തന്നെയാണ്. അപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട്, പിണറായിയോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള സാമുദായിക വിഭജനത്തിൻ്റെ രാഷ്ട്രീയമില്ലേ, സാമുദായികമായിട്ട് കേരളത്തെ വിഭജിക്കാനുള്ള ശ്രമമില്ലേ ചോദിച്ചപ്പോൾ അതൊന്നും അങ്ങനെയല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ന് വരെ ഈ കാര്യത്തിൽ വെള്ളാപ്പള്ളി പറയുന്നതിനകത്ത് സാമൂഹികമായിട്ടുള്ള വിഭജനത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. അത് കേരളത്തെ വലിയ ആപത്തിലേക്ക് നയിക്കും എന്ന് തിരിച്ചറിയാൻ മുഖ്യമന്ത്രിക്ക് അറിയാഞ്ഞിട്ടാണോ? അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞത് വർഗീയമല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ തരത്തിലുള്ള ഈ അഴകുഴമ്പൻ സമീപനം ഉണ്ടല്ലോ, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, ആ വ്യക്തിയാണ് വെള്ളാപ്പള്ളിക്ക് ഇന്ന് ഈ സ്പേസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് നടപടിയെടുക്കേണ്ടതും. ഈ തരത്തിൽ ക്രിമിനലായിട്ടുള്ള നടപടി ഒരു പത്രപ്രവർത്തകനെതിരായിട്ട് ഏകപക്ഷീയമായിട്ട് വസ്തുതാ വിരുദ്ധമായിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തിന് പോകാൻ കഴിയുമോ? അങ്ങനെ പോകുന്നതാണെങ്കിൽ അതിന് നടപടിയെടുക്കണ്ടേ? ഒരു എന്താണ് ഈ കക്ഷിയുടെ പേര് മുസ്ലിം നാമധേയമാണ്, തീരാറ്റുപേട്ടിൽ ജനിച്ച ആൾ MSF പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയൽക്കായതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? അപ്പം ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിക്കെതിരായിട്ട് കേസെടുക്കേണ്ട സമയം എന്നോ കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ നേരത്തെ പിണറായി വിജയൻ അതിശക്തമായ നിലപാടെടുത്ത സന്ദർഭമുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തിന് രാഷ്ട്രീയം മനസ്സിലാവുന്നുണ്ട്, വർഗീയത മനസ്സിലാവുന്നുണ്ട്. പക്ഷേ തൽക്കാലം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹിക വിഭജനം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കേരളത്തെ ബലിയാടാക്കാനാണ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അത് കേരളത്തെ നശിപ്പിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് ഈ മുഖ്യമന്ത്രി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം.